പൈത്തൺ ലാംഗ്വേജിൽ എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് എന്ന് നോക്കാം. എല്ലാ ലാംഗ്വേജിലും ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. സാധാരണ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ലാംഗ്വേജിലും ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ അത് ശരിയാണെങ്കിൽ കുറച്ച് വരികൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് പൊതുവായ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്വഭാവം. ഇനി പൈത്തൺ ലാംഗ്വേജിൽ ഏതൊക്കെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടാമത്തേത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, മൂന്നാമത്തേത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു കണ്ടീഷൻ ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്താൽ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കണ്ടീഷൻ ശരിയായാൽ കുറച്ച് വരികൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ കണ്ടീഷൻ തെറ്റ് അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ മറ്റു ചില വരികൾ അല്ലെങ്കിൽ വരി അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ തരം നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം കണ്ടീഷൻസ് നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കി അതിനനുസരിച്ച് കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ തരം നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് പൈത്തണിൽ എങ്ങനെയാണ് ഇൻറ്റൻഷൻ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത് എന്ന് നോക്കാം. ഇൻറ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പൈത്തണിൽ ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ നിർവചിക്കുന്നത്. സാധാരണ 4 സ്പേസ് ആണ് ഒരു ഇൻറ്റൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ലെവലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വരി നമ്മൾ ടൈപ്പ് ചെയ്തു, അടുത്ത വരിയിൽ 4 സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് അടുത്ത് വേറൊരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ വേറൊരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നിർവചനം തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലും പൈത്തണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ തരം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഇഫ് കണ്ടീഷൻ ഒരു കോളൻ ഉണ്ട്. തൊട്ടടുത്ത വരി നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് 1. അത് ഇൻറ്റൻഷൻ നടത്തിയിട്ടുണ്ട്. 4 സ്പേസ് മാറ്റിയിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് 1 ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഇഫ് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴെ ഇൻറ്റൻഷൻ നടത്തിയിട്ടുള്ള വരികൾ എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി തൊട്ടടുത്ത വരിയിൽ ഇൻറ്റൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു എറർ സ്റ്റേറ്റ്മെൻറ്റായി കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. I is equal to 10 if I greater than 15. അതിനുശേഷം 10 15-നേക്കാൾ താഴെയാണ് എന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. അവിടെ ഇൻറ്റൻഷൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ ഇൻറ്റൻഷൻ ചെയ്യാതെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് 10 ആണ്. അത് രണ്ടാമത്തെ വരയിലെ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, 10 greater than 15. അപ്പോൾ അവിടെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ അവിടെ
false ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ വരിയിലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രിന്റ് ചെയ്യുന്നില്ല, പകരം അടുത്ത വരിയിലോട്ട് പോവുകയാണ്. അടുത്ത വരിയിൽ ഇൻഡന്റേഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ പെട്ട സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻഡ് ഓഫ് ദ പ്രോഗ്രാം എന്ന നാലാമത്തെ വരി അവിടെ പ്രിന്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് നല്ലൊരു എക്സാമ്പിളാണ് എങ്ങനെയാണ് ഇൻഡന്റേഷൻ അവിടെ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യുന്നതെന്ന് ഈ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ പറയുന്നുണ്ട്. അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ആ ഇൻഡന്റേഷൻ മാറ്റി, വരികൾ അതേ വരികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്നാൽ നാലാമത്തെ വരിയിൽ നമ്മൾ ഇൻഡന്റേഷൻ മാറ്റി കൊടുക്കുന്നു. അപ്പം ഇൻഡന്റേഷൻ മാറ്റി കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നാലാമത്തെ വരി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട വരികളിലായി മാറുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ 10 greater than 15 false ആണ്, അതുകൊണ്ട് ആ രണ്ട് വരികളും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ആ രണ്ട് വരികളും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മറ്റുള്ള ലാംഗ്വേജിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇൻഡന്റേഷൻ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ സ്വഭാവം ഇവിടെ മാറുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ലാംഗ്വേജിൽ തന്നെയും ഇങ്ങനെ ഇൻഡന്റേഷൻ അനുസരിച്ച് റൺ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം, പക്ഷേ ഇത് മൂലം ചിലപ്പോൾ എററും ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക, നാലാമത്തെ വരി ഞാൻ കുറച്ച് മാത്രം ഇൻഡന്റേഷൻ ചെയ്ത് ടൈപ്പ് ചെയ്ത് വിടുന്നു. അവിടെ നാലാമത്തെ വരി ഒരു എറർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇൻഡന്റേഷൻ എറർ ശ്രദ്ധിക്കുക, അൺഇൻഡന്റ് ഡസ് നോട്ട് മാച്ച് എനി ഔട്ടർ ഇൻഡന്റേഷൻ ലെവൽ. അതായത് നമുക്ക് ഒന്നുകിൽ ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ അതേ വരിയിൽ തന്നെയാണ്, അതേ കോളത്തിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് നാലാമത്തെ വരി ടൈപ്പ് ചെയ്തത്. ഈ രണ്ടാമത്തെ വരിയുടെയും മൂന്നാമത്തെ വരിയുടെയും ഇൻഡന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോളത്തിൽ അല്ലെങ്കിൽ അവിടെ എറർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈത്തൺ ഇൻഡന്റേഷൻ റൂൾസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എറർ ഇങ്ങനത്തെ ഒത്തിരി കിട്ടിയേക്കാം. ഇതാണ് രണ്ടാമത്തെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ്. ഇവിടെ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഒരു കുറച്ച് വരികളോ അല്ലെങ്കിൽ ഒരു വരിയോ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, അതിനുശേഷം വേറെ കുറേ വരികൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഇഫിനൊപ്പം താഴെ എൽസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൽസ് കോളൻ. ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് കോളൻ ഉണ്ട്, എൽസ് കഴിഞ്ഞിട്ടും കോളൻ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. ഇഫിന്റെ അതേ കോളത്തിൽ തന്നെയാണ് എൽസ് വരേണ്ടത്. ബാക്കി ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കുറച്ച് മാറി നിങ്ങൾ ഇൻഡന്റേഷൻ ചെയ്യണം. 4 ഇൻഡന്റേഷൻ സ്പേസ് കൊടുത്താൽ മതിയാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡന്റേഷൻ അവിടെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഇൻഡന്റേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ്. മൂന്നാമത്തെ ടൈപ്പ് നെസ്റ്റഡ് ഇഫ് ആണ്. നെസ്റ്റഡ് ഇഫിനകത്ത് ഒരു ഇഫിനകത്ത് തന്നെ നമ്മൾ അടുത്ത ഇഫ് ഇടുന്നതിനാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ പ്രോഗ്രാം നോക്കുക, ഇതിനകത്ത് ഇഫ് സ്റ്റേറ്റ്മെന്റും നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റും ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യ വരിയിൽ i = 10, ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നാലാമത്തെ വരിയിൽ ഇഫ് i ചെക്ക് ചെയ്യാണ്, i = 10 കോളൻ കൊടുത്തിട്ടുണ്ട്.
അത് ശരിയാണെങ്കിൽ ആറാമത്തെ വരിയിലോട്ട് മൂവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഏറ്റവും താഴോട്ട് പോകുന്നു. അത് ഏറ്റവും 15ാമത്തെ വരിയിലോട്ടാണ് അത് നിൽക്കുന്നത്. ഇൻഡന്റേഷൻ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ വരിയിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇൻഡന്റേഷൻ ചെയ്തിട്ടുള്ള 5ാമത്തെ വരി തുടങ്ങി 14 വരെയുള്ള വരികൾ മൊത്തം അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. 6ാമത്തെ വരിയിലുള്ളതും 11ാമത്തെ വരി ശ്രദ്ധിക്കുക. 6ാമത്തെ വരി 11ാമത്തെ വരിയിലുള്ള രണ്ട് ഇഫ് കണ്ടീഷനും നെസ്റ്റഡ് ഇഫിൻ്റെ ഭാഗമാണ്. ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന രീതിയിലാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6ാമത്തെ വരിയിൽ ഇഫ് I less than 15. ഇവിടെ 3ാമത്തെ വരിയിൽ നോക്കൂ, I equal to 10 ആണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഔട്ട്പുട്ടിൽ I is smaller than 15 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇനി തൊട്ട് താഴെ ഇഫിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപമാണ്. അതിനൊരു എക്സാമ്പിളാണ്. നെസ്റ്റഡ് ഇഫിനും എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. അവിടെ ഇഫ് I less than 12, 10 ആയതുകൊണ്ട് 12ലും താഴെയാണ്. അതുകൊണ്ട് I is smaller than 12 എന്നുകൂടി അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇങ്ങനെയാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റും പൈത്തണിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത രൂപമാണ് ഇഫ് എൽഇഫ് എൽസ് ലാഡർ. സാധാരണ എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഇത്. ഇവിടെ ഇഫ് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത വരി എക്സിക്യൂട്ട് ചെയ്യുന്നു. അതല്ല വേറൊരു കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ELIF എൽസ് ഇഫിനകത്ത് കൊടുക്കാൻ പറ്റും. എൽസ് ഇഫിൻ്റെ ചുരുക്കരൂപമാണ് പൈത്തണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ELIF എന്ന കീവേഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് കുറേയധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ഇവിടെ ഇഫ് ELIF എൽസ് ലാഡർ ഇവിടെ ഉപയോഗിക്കുന്നത്. അവസാനം ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവസാനത്തെ എൽസ് ബ്ലോക്കിലോട്ട് അത് പോകുന്നു. അവിടെ എൽസ് കോളൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പൈത്തണിൽ അത് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് യൂസർക്ക് കുറേയധികം ഓപ്ഷൻസും ആ ഓപ്ഷൻസ് ഫോൾസ് ആണോ ട്രൂ ആണോ എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് കുറച്ച് വരികളോ അല്ലെങ്കിൽ ഒരു വരിയോ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഫ് എൽഇഫ് എൽസ് ലാഡർ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതാണ് അതിനൊരു എക്സാമ്പിൾ. I is equal to 20. If I is equal to 10 പ്രിന്റ് ചെയ്യുന്നു. I is equal to 10 ആണെന്ന് പ്രിന്റ് ചെയ്യുന്നു. അതല്ല ELIF എൽസ് ഇഫ് I is equal to 15 ആണെങ്കിൽ അത് I is 15 ആണെന്ന് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ കുറേയധികം കണ്ടീഷൻസ് അവിടെ ഉണ്ട്. അതായത് I is equal to 10 ഒരു ഓപ്ഷൻ, I is equal to 15 അനദർ ഓപ്ഷൻ, മൾട്ടിപ്പിൾ ഓപ്ഷൻ ആണ് അവിടെ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ I is equal to 20 ആണ് വേറൊരു ഓപ്ഷൻ. അപ്പോൾ ഇതുപോലെ യൂസർക്ക് പ്രോബ്ലത്തിനകത്ത് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് നൽകാവുന്നതാണ്. ഇനി ഒരു കണ്ടീഷനും ശരിയല്ലെങ്കിൽ, അതായത് 10 അല്ല 15 അല്ല 20 അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എൽസ് എന്നൊരു എൽസ് കോളൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ I is not present എന്നുകൂടി ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ I is equal to 20 ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ എൽഇഫ് ELIF ആറാമത്തെ വരിയിലോട്ടാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏഴാമത്തെ വരിയാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മറ്റൊരു വരികളും 3, 5, 9 വരികളിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ I is equal to 20 പ്രിന്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്.